ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ശബരിമല ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈനിലൂടെ എങ്ങനെ ചെയ്യാം നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ശബരിമല ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് പേജ് ഇതേപോലെ ഉണ്ടാകും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ സൈറ്റിന്റെ പേര് sabarimalonline.org ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ കാണാൻ പറ്റും. എപ്പോഴാണ് ശബരിമല തുറക്കും, പൂട്ടും, പ്രസാദങ്ങൾ എപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ കാണിക്കാൻ നമുക്ക് ഓൺലൈനിലൂടെ കൊടുക്കാൻ പറ്റും. അവിടെ അക്കോമഡേഷൻ നമ്മൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും, അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പില്ലിഗ്രാം ഗൈഡ് ഉണ്ട്, ബസ് ബുക്കിംഗ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്ഷൻ വന്നിട്ട് വെർച്വൽ ക്യൂയിലൂടെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സൈറ്റിനെ ലോഗിൻ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഈ സൈറ്റിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുമ്പോൾ രജിസ്ട്രേഷൻ എന്ന് കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ന്യൂ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോ വന്നിട്ട് ഒരു MB ഇരിക്കേണ്ടത്. ഓക്കെ, ഫോട്ടോ ചൂസ് ഫയലിൽ പോയിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് അതിനുശേഷം ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം കൊടുക്കണം, എന്നിട്ട് ലാസ്റ്റ് നെയിം കൊടുക്കണം, എന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ആക്കി കൊടുക്കുക. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ള ഇവിടെ കൊടുക്കുക. ഇവിടെ ജെൻഡറിൽ മെയിലാണോ ഫീമെയിലാണോ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു അഡ്രസ്സ് ഫില്ല് ചെയ്യണം. ഇവിടെ നിങ്ങളെ ഫസ്റ്റ് ലൈൻ ഓഫ് അഡ്രസ്സ് കൊടുക്കുക, സെക്കൻഡ് ലൈൻ ഓഫ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ കൺട്രി ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ പോലെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഏതാണ് സ്റ്റേറ്റ് അത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഇനി ഇവിടെ താഴെ നിങ്ങളെ ID പ്രൂഫ് ഇവിടെ സെലക്ട് ആക്കി കൊടുക്കണം. ഇവിടെ ആധാർ കാർഡ് കൊടുക്കാം, നിങ്ങളെ വോട്ടർ ID കൊടുക്കാം, പാസ്പോർട്ടിന് കൊടുക്കാം. സോ ഞാനിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ആധാറിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ താഴെ ഇമെയിൽ ID അടിച്ചു കൊടുക്കണം. ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നിങ്ങളെ പാസ്വേഡ് സെറ്റ് ആക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ഒരു ഹാർഡ് പാസ്വേഡ് കൊടുക്കുക. അതേപോലെ രണ്ട് സൈഡ് നിങ്ങൾക്ക് സെയിം പാസ്വേഡ് തന്നെ അടിച്ചു കൊടുക്കണം. ഇവിടെ താഴെ കാണുമ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടാകും. എങ്ങനെയാണ് ഏത് സൈസിലാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതെല്ലാം എഴുതിയിട്ടുണ്ട്. 1 MB ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ഫോൺ നമ്പറിലോ അതോ മെയിൽ ID ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നു മൊബൈൽ ഫോൺ വെരിഫൈഡ് സക്സസ്ഫുള്ളി. എന്നിട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫോൺ നമ്പറോ ഇമെയിൽ ID വെച്ചിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ സെയിം പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റർഫേസ് ഇതേപോലെ ഉണ്ടാകും. നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ട് വെർച്വൽ ക്യൂ ആണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് പോകുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ആയി കൊടുക്കണം. ഏത് ദിവസമാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഗ്രീൻ കളറിൽ ഉണ്ടാകും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ മാത്രം തന്നെ ഓപ്പണിംഗ് ആണ്. അതും ജാനുവരി വരെ ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പോകേണ്ട ഒരു ദിവസം നിങ്ങൾ സെലക്ട് ആയി കൊടുക്കുക. ഇനി നിങ്ങൾ പോകേണ്ട റൂട്ട് സെലക്ട് ആയി കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങനത്തെ റൂട്ട് സെലക്ട് ആയി കൊടുക്കുക. ഇനി നിങ്ങളെ സ്ലാട്ട് സെലക്ട് ആയി കൊടുക്കുക. ഇവിടെ ഇത്രയും സ്ലാട്ടുകൾ അവൈലബിൾ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടൈമിംഗ് സ്ലാട്ട് ഇവിടെ സെലക്ട് ആയി കൊടുക്കുക. ഓക്കെ, ഞാൻ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ കാണുമ്പോൾ സെൽഫ് കിടക്കുന്നുണ്ടാവും, അതേഴ്സ് കിടക്കുന്നുണ്ടാവും. സെൽഫ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ സെൽഫ് എന്ന് കൊടുക്കുക. ഇനിയും കൂടെ 4-5 പേരുണ്ടെങ്കിൽ നമ്മൾ അതർ എന്ന് കൊടുക്കാം. ഒരേ സമയത്തിൽ നമ്മൾ 5 പേരെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ 5 പേരെ സെലക്ട് ആക്കിയതിനു ശേഷം ഇനി ഒരാളിനെ സെലക്ട് ആക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. മൊത്തം ഒരു ലോഗിൻ പേജിൽ 10 പേരെ നിങ്ങൾക്ക് സെലക്ട് ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് 5 പേരെ സെലക്ട് ആക്കി കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഒരാളിനെ സെലക്ട് ആക്കണമെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്ന ആഡ് പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ലോഡായി വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ എക്സ്ട്രാ ആൾ കൂടെ വരുന്ന ആളുടെ ഫുൾ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. അതേപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, എന്നിട്ട് അവരെ ഫോൺ നമ്പർ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവരെ ഫോട്ടോ ഇവിടെ കൊടുക്കണം. എന്നിട്ട് അവർ മെയിലാണോ ഫീമെയിൽ ആണോ അത് കൊടുക്കുക. എന്നിട്ട് അവരെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അവരെ ID പ്രൂഫ് ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ അവരെ ലാംഗ്വേജ് സെലക്ട് ആയി കൊടുക്കുക. അവർ തമിഴാണോ തെലുഗു ആണോ ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ആയി കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ സ്റ്റാർ എന്ന് ചോദിക്കുന്നു. അവരെ എന്താണ് നക്ഷത്രം ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇത് ആവശ്യമില്ല. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. എന്നിട്ട് അവരെ ഫസ്റ്റ് ലൈൻ ഓഫ് അഡ്രസ്, സെക്കൻഡ് ലൈൻ ഓഫ് അഡ്രസ് കൊടുക്കുക. എന്നിട്ട് കൺട്രി, അവർ ഏതാണ് സ്റ്റേറ്റ് സെലക്ട് ആയി കൊടുക്കുക.
എന്നിട്ട് അവരെ ഡിസ്ട്രിക്ട് സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം അവരെ പിൻകോഡ് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ചെക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ താഴെ ലാസ്റ്റിൽ കാണുന്ന ആഡിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ അതർസ് എന്ന് കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ സെലക്ട് പിൽഗ്രിമിൽ കൊടുക്കുക. കൊടുത്ത ശേഷം ഇതേപോലെ ലോഡായിട്ട് ഇവിടെ ഇതേപോലെ നിങ്ങൾ സെലക്ട് ആക്കിയവർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് മാർക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും പേര് നമ്മളെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വുഡ് യു ലൈക്ക് ടു കോൺട്രിബ്യൂട്ട് ഫോർ പിൽഗ്രിം വെൽഫെയർ ഫണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ യെസ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റിൽ കൊടുക്കുക. കൊടുത്ത ശേഷം ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ സൈഡിൽ കാണുമ്പോൾ മൈ വിഷ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ടാകും. ഡേറ്റ്, ടൈം, എത്ര പേര് വരുന്നുണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് എന്ന് കൊടുക്കുക കൺഫേം ആണെങ്കിൽ. ഇവിടെ വരുമ്പോൾ നിങ്ങളെ ബുക്കിംഗ് ID ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ കാണുന്ന പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മളെ ടിക്കറ്റ് വന്നിട്ട് ബുക്ക് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണുന്ന ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങളെ ടിക്കറ്റ് വന്നിട്ട് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് QR കോഡ് കിടക്കുന്നുണ്ടാകും. ഈ QR കോഡ് വെച്ച് അവർ സ്കാൻ ചെയ്ത് തന്നെ അവർ നിങ്ങളെ അകത്തോട്ട് വിടുന്നത്. എന്നിട്ട് നിങ്ങളെ ഒറിജിനൽ ID പ്രൂഫും കൂടെ കൊണ്ടുപോകണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സോ അവിടെ നിങ്ങളെ ID പ്രൂഫ് എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ അകത്തോട്ട് വിടുന്നത്. ഓക്കെ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ആ ദിവസം പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിൽ കാണുന്ന ക്യാൻസൽ എന്ന് കൊടുക്കുക. ഇവിടെ ആരെ ടിക്കറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണോ അയാളുടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളെ ടിക്കറ്റ് വന്നിട്ട് ക്യാൻസൽ ആകും. ഇനി ക്യാൻസൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ദിവസം പോകേണ്ട പ്ലാൻ ഉണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അത്രയും ബൈ.